പറയൂ, എന്താണ് ഉണ്ടായത്? ശാരിക, എന്താ സംഭവിച്ചത്? ആരാ തട്ടിക്കൊണ്ടുപോയത്? ശാരിക തിരിച്ചു കിട്ടിയല്ലോ, അതിന് എല്ലാരോടും ഞാൻ നന്ദി പറയുന്നു. ചോദ്യം അതല്ല, അനിയത്തിക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? എവിടുന്ന ശാരികയെ കണ്ടെത്തിയത്? പറയൂ മാഡം. ഇവിടുന്നാണോ? ബലരാമൻ സാറിന്റെ വീട്ടിൽ നിന്ന്. പറയൂ മാഡം. ഇവിടെ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിട്ട് കാണാനില്ലെന്ന് മീഡിയ അറിയിക്കുകയായിരുന്നോ? അയ്യോ അല്ല, അങ്ങനെയല്ല. പിന്നെങ്ങനെയാ? എന്താണ് സംഭവിച്ചത് മാഡം? പറയൂ, ഞങ്ങൾക്കറിയണം. അപ്പൊ പിന്നെ എവിടുന്നാണ് ശാരിക കിട്ടിയത്? നിങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. അവരെ ഒന്ന് വെറുതെ വിട്. BDF വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ തന്നെ ആസൂത്രണം ചെയ്ത നാടകമായിരുന്നില്ലേ ഇത്? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട. പറഞ്ഞല്ലോ, ശാരിക തിരിച്ചു കിട്ടാൻ നിങ്ങൾ കാണിച്ച സപ്പോർട്ടിന് നന്ദി. അപ്പൊ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ലേ? അതെ, പറയണം സാർ, എന്താണ് സംഭവിച്ചത്? ഒരു കാര്യം വ്യക്തമാവുന്നു, ഇത് നിങ്ങൾ തന്നെ ഒരുക്കിയ ഒരു തിരക്കഥയായിരുന്നു അല്ലേ? പ്ലീസ്, ദയവ് ഇതൊന്ന് പിരിഞ്ഞു പോണം. ശരി, നീ വാ. മാഡം മാഡം ഒന്ന് മാറിക്കേ. മാഡം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ മാഡം. എന്താണ് ശാരികയ്ക്ക് സംഭവിച്ചത്? ആരാണ് ശാരികയെ പൂട്ടിയിട്ടത്? ശാരിക എങ്ങനെയാണ് ബലരാമൻ സാറിന്റെ വീട്ടിലെത്തിയത്? പറയണം മാഡം. മാഡം ഒരു മറുപടി പറയൂ. പ്രഭാവതി, ഹലോ.